ഏവർക്കും ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആന്തൂറിയത്തിന് പൂക്കൾ കൂടുതലുണ്ടാകുവാൻ വേണ്ടിയുള്ള ടിപ്സും പിന്നെ സ്റ്റെം കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മൾ വളങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് ചെടികളിൽ പെട്ടെന്ന് പൂക്കളും ഇലകളും മാറി മാറി വേഗത്തിലുണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ കൂടുതൽ ഷൂട്ടുകൾ ഉണ്ടാകുമ്പോൾ അവയിൽ നിന്നും ഇതേപോലെ തന്നെ പൂക്കളുണ്ടാകും. അപ്പോൾ ചട്ടി നിറയെ പൂക്കളുമായി നിൽക്കും. മിനിയേച്ചർ ആന്തൂറിയങ്ങൾ 3 ടൈപ്പുകളിലുണ്ട്. ഇതാണ് വലിയ സൈസിലുള്ള മിനിയേച്ചർ ആന്തൂറിയങ്ങൾ. സാധാരണ ആന്തൂറിയങ്ങളെക്കാളും ഇലകളും പൂക്കളും കുറച്ച് ചെറുതായിരിക്കും. ഏകദേശം അവയുടെ ഒപ്പൊക്കെ തന്നെ കാണും. ഇത് മീഡിയം സൈസിലുള്ള ആന്തൂറിയങ്ങളാണ്. ഇവയുടെ പൂക്കളും ഇലകളും ഒക്കെ കുറച്ചുകൂടെ ചെറുതാണ്. ഇത് തീരെ ചെറിയവ. ഇവയുടെ ഇലകളും പൂക്കളും തീരെ ചെറുതായിരിക്കും. നിറയെ ചട്ടി നിറഞ്ഞ് ചെറിയ ചെറിയ പൂക്കളും ഇലകളും ഉണ്ടായി നിൽക്കും. ഇനി എന്തൊക്കെയാണ് വളങ്ങൾ കൊടുക്കുന്നതെന്ന് നോക്കാം. NPK 19-19-19 ഇതാണ് ഞാൻ ഒരു 2 ആഴ്ച കൂടുമ്പോഴും അല്ലെങ്കിൽ 1 മാസമൊക്കെ കൂടുമ്പോഴും ഇടയ്ക്ക് കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇത് നല്ലപോലെ വെള്ളത്തിൽ അലിയുന്നവയാണ്. ഒരു ചെറിയ സ്പൂൺ നിറയെ ഇട്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇലകളിലും ചുവട്ടിലും എല്ലാം നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് 2 ആഴ്ച ഒരിക്കലും മാസത്തിലൊന്ന് ഒക്കെ കൊടുക്കാം. 3-4 ദിവസം ഏത്തപ്പഴത്തിൻ്റെ തൊലി മുറിച്ച് വെള്ളത്തിലിട്ട് അത് ഡൈല്യൂട്ട് ചെയ്ത് അരിച്ചെടുത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും പൂക്കളുണ്ടാകുവാൻ നല്ലതാണ്. തേങ്ങയുടെ വെള്ളം പുളിപ്പിച്ചോ പുളിപ്പിക്കാതെയും ഡൈല്യൂട്ടാക്കി അരിച്ച് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ധാരാളം പൂക്കളുണ്ടാകുന്നതിന് സഹായിക്കുന്നതാണ്. കുറച്ച് ഇലകളും പൂക്കളും ഒക്കെ വന്നതിന് ശേഷം തണ്ടുകൾ മുകളിലേക്ക് നീണ്ട് വളർന്നു വരും. അതുപോലെ വേരുകളും മുകളിൽ വളർന്നു നിൽക്കുന്നത് കാണാം. ഇങ്ങനെ കാണുന്ന തണ്ടുകളെ മുറിച്ചെടുത്ത് വേറെ ചെടിയായി വളർത്തിയെടുക്കാവുന്നതാണ്. നല്ല സാനിറ്റൈസ് ചെയ്ത കത്തി കൊണ്ടോ അല്ലെങ്കിൽ പുതിയ ബ്ലേഡ് കൊണ്ടോ മുറിച്ചെടുക്കാം. 2 വേരുകൾ ചെടിയിലുണ്ടാവണം, എങ്കിലേ അത് പിടിക്കുകയുള്ളൂ. വേരുകളില്ലാത്തവ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് അവയെ മുറിവുകളിൽ എന്തെങ്കിലും ഫംഗിസൈഡ് തേച്ച് കൊടുക്കണം. അതിൻ്റെ ചൂട് ഭാഗത്തും മുകൾ ഭാഗത്തും. ഞാൻ 7 ഇഞ്ച് പോട്ടുകളിലാണ് മിനിയേച്ചർ ആന്തൂറിയങ്ങൾ നടാറുള്ളത്. നല്ല ഹോളുകളുള്ള ഒരു ചട്ടിയെടുത്ത് അതിലേക്ക് ഓടിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇത് നന്നായി കഴുകി ഫംഗിസൈഡിൽ മുക്കി വെച്ചതായിരിക്കണം.
ഫംഗൽ ബാധയോ കീടബാധയോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പകുതിയോളം ഇട്ട ശേഷം പ്ലാന്റ് വെച്ച് എല്ലാ ഭാഗത്തും കരിയിട്ട് ചെടിയെ ഉറപ്പിച്ച് നിർത്തുക. വേരുകൾക്ക് മുകളിലും കരിയിട്ട് കൊടുക്കുക. വേരുകളൊക്കെ വളർന്ന് കുറേ കഴിയുമ്പോൾ മുകളിലേക്കും വളർന്നു വന്നുകൊള്ളും. ഫെർട്ടിലൈസറും വെള്ളമൊക്കെ കൊടുത്തു കഴിയുമ്പം നന്നായി ഇത് ഒരു ചെടിയായി വളർന്നുകൊള്ളും. ഇത് അതുപോലെ ഞാൻ നേരത്തെ മുറിച്ച് നടുക്കുന്നിടത്താണ്. ഇപ്പോൾ അതിൻ്റെ ചുറ്റിലും പുതിയ ഷൂട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. താഴെ നിന്നും മുകളിൽ നിന്നും എല്ലാം പുതിയ ഷൂട്ടുകൾ വന്നിരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുമ്പോഴേ ബൈ. താങ്ക് യു.